ഒരു മുസ്ലിം സ്ത്രീ ഭംഗി പ്രദർശിപ്പിക്കേണ്ടത് ഭർത്താവിന്റെ അടുത്താണ്. ഭർത്താവിന്റെ അടുത്ത് എന്താ അവസ്ഥ? അത് അടുക്കളയിലെ പാത്രമൊക്കെ കഴുകി ആ മാക്സി മാറ്റണോ എന്നാ ചോദിക്കാം. ഇനിയിപ്പോൾ ഇത് മാറ്റണോ? ദൂറിനാണ് പെണ്ണുങ്ങൾ മാക്സി മാറ്റുക കുളിച്ചുമ്പോൾ. ഇനിയിപ്പോൾ അപ്പ മാറ്റിയാൽ പോരെ? എന്നിട്ടോ നിങ്ങൾ കല്യാണത്തിന് കൊണ്ടുപോയി നോക്കി, എങ്ങോട്ട് പോകേണ്ടത് നോക്കി, മാറ്റിയാൽ തീരൂല. മാറ്റിയിൽ ഇറങ്ങിക്കിട്ടാൻ ഇടങ്ങറയിക്കാണ്. സഹോദരങ്ങളെ നല്ല ഭയപ്പെടണം. ഇത് തമാശക്ക് പറയല്ല. കാരണം അണിഞ്ഞൊരുങ്ങേണ്ടത് അല്ലേ? പണ്ടൊന്നും നമ്മൾ ഒരു പെരയിലും പെണ്ണുങ്ങൾ സ്പ്രേ അടിച്ചാലോ സെന്റ് ഉപയോഗിക്കില്ല. നിങ്ങൾ എല്ലാ ചെറിയ കുട്ടികളുടെ റൂമിൽ പോയി നോക്കി, പെൺകുട്ടികൾ സ്പ്രേ അടിക്കും, അത്ര ഉപയോഗിക്കും, ലിപ്സ്റ്റിക് ഉപയോഗിക്കും അല്ലേ? ലിപ്സ്റ്റിക് തന്നെ എന്താണ് സ്കിൻ കളറിലുണ്ട്, അതായത് നമ്മളുള്ള കളർ തന്നെ തിളക്കം കൂട്ടുന്നത്. അപ്പൊ കുട്ടികൾ എന്താ പറയണോ, സാറേ നമ്മൾ ചോപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ, നമ്മളിപ്പോ ചില ആൾക്കാർ ഇങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ അതൊന്ന് തിളക്കും. അപ്പൊ അതേമാതിരി അതിന് തിളക്കം കൂട്ടണുള്ളൂ, ഉള്ള കളർ തന്നെ ഒന്ന് തിളക്കം കൂട്ടണുള്ളൂ. അതിന്റെ തെറ്റുണ്ടോ? സഹോദരത്തേക്ക് എന്തിനാണ് സഹോദരൻ നമ്മുടെ ചുണ്ട് തിളങ്ങി കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? എന്തിനാണ്? അത് നാലാൾ കാണുന്ന വിചാരിച്ചിട്ടല്ലേ? എന്റെ ചുണ്ട് എങ്ങനെങ്കിലും നിന്നോട്ട് വിചാരിച്ചപ്പോ എന്താ? നമ്മളെ ചുണ്ട് കാണേണ്ടവൻ, നമ്മളെ മുഖത്തെ സൗന്ദര്യം കാണേണ്ടവൻ ആരാണ്? അത് ഭർത്താവാണ്. അത് ഭർത്താവാണ്. വാ, ഈ സൗന്ദര്യം കാണേണ്ട ആളുടെ മുമ്പിലേ ഒരു സ്ത്രീക്ക് സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ അനുവാദമുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ തെറ്റാണ്. വസ്ത്രധാരണമാണെങ്കിൽ ഇസ്ലാമിന് ചില വസ്ത്രധാരണ മര്യാദകളുണ്ട് അല്ലെ? ഈ പാന്റും കുപ്പായും അത് സ്ത്രീന്റെ വസ്ത്രമല്ല. അത് അത്ര പൂതിയാണ്, പെരിയിട്ടോട്ടെ, പെരി പാന്റും കുപ്പായിട്ട് നടന്നോട്ടെ, പൂജ്യം തീർത്തോട്ടെ. പക്ഷെ നാലാളെ മുന്നിക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട അന്യപുരുഷന്റെ മുന്നിലേക്ക് ഒരു മുസ്ലിം സ്ത്രീ പോകുമ്പോൾ ഈ വസ്ത്രം ഒരിക്കലും എന്തല്ല, ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അത് വലിയ തെറ്റന്നെയാണ്. ഞാരെങ്കിലും അങ്ങനെ നിങ്ങളോട് പറയാൻ മടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് പറയണ സഹോദരങ്ങളെ, അത് തെറ്റാണ്, അത് വലിയ കുറ്റമാണ്, അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് സഹോദരി ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇതൊക്കെ ഇപ്പൊ തീരും. നിങ്ങൾ ഈ പളവളപ്പും ഇതൊക്കെ സഹോദരങ്ങളെ കുറച്ച് കാലുള്ളൂ അല്ലേ? കുറച്ച് ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉള്ളത്? ഒരു 15 വയസ്സ് തുടങ്ങി ഒരു 40-45 വയസ്സ് വരെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളത് നിലനിർത്താൻ വേണ്ടി പാടുപെടേണ്ടി വരും. എങ്ങനെ പാടുപെട്ടാലും ചില സ്ത്രീകളെ കോപ്പിക്ക് വരുമ്പോൾ തോന്നും, അങ്ങനെ എന്താ ഫേസ്ക്ക് ക്രീമൊക്കെ അങ്ങനെ ഇട്ടിട്ട് ആകെ എന്താ ശരീരത്തിന്റെ ചുളിവൊക്കെ വന്നത് എങ്ങനെയെ കാണാതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. അതൊക്കെ എത്ര കാലം ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഇതിനുള്ളിൽ ഫാറ്റ് കുത്തി വെച്ചിട്ട് ഈ ചുളിവൊക്കെ പോക്കുന്ന പരിപാടി ഉണ്ട്. മൊത്തം ചുളി വരും നമുക്ക് വയസ്സാകുമ്പോൾ. ആ ചുളിവൊക്കെ പോക്കാനുള്ള ചികിത്സകളുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു. എന്നാലും എത്ര പോകാൻ പറ്റും? മാക്സിമം ഒരു 100ന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ അല്ലേ? എന്നാൽ തന്നെ അങ്ങനെ ഓരോ ട്രെൻഡ് മാറി മാറി വരും അല്ലേ? പണ്ട് നല്ലോണം മുടി ആയിരുന്നു പണ്ടത്തെ സ്റ്റൈല്. ഇപ്പൊ മുടി മുറിച്ചലും അല്ലേ? ഒരു തത്തമ്മ പറഞ്ഞ ഒരു കുട്ടി ഞങ്ങളെ സ്ഥാപനത്തിൽ തത്തമ്മ വിളിച്ചൊരു കുട്ടിയില്ലേ? അപ്പൊ എന്താ ഇവിടെ തത്തമ്മ വിളിച്ചു വെച്ചപ്പം ചുവന്ന ചുണ്ടും പച്ച മുടി, ചുണ്ട് നല്ലോണം ചോപ്പിച്ചിട്ട് മുടി നല്ല പച്ച കളറാണ്. അപ്പൊ എല്ലാവരും പോലെ തത്തമ്മ എന്നാ വിളിച്ചത്. ഇത് ഞാൻ ട്രെൻഡാണ്. ഇത് നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല. ഇതാണ് പുറത്തെ അവസ്ഥ. മുടിക്ക് കളറടിച്ച് ഓരോ കളർ, ചോപ്പ്, പച്ച, നീല, മഞ്ഞ, ഇതൊക്കെ മുടിന്റെ കളറാണ് ഇപ്പോൾ. അത് മുറിച്ച് എന്നിട്ട് ബ്യൂട്ടി പാർലർ പോയിട്ട് അതിങ്ങനെ ഇടക്കിടക്ക് കളർ മാറ്റി. ഇതൊന്നും ഞാൻ എതിരാണ്. ഞാൻ ഒതുവിന്റെയും കുളിന്റെയും വെള്ളം ചേരുണ്ടെങ്കിൽ നിങ്ങൾ ചോപ്പോ പച്ചയോ കുങ്കുമോ സ്വർണ്ണോ എന്തും അടിച്ചോളി. പക്ഷേ അത് കാണേണ്ടവരെ കാണാൻ പാടുള്ളൂ. അത് കാണാൻ അനുവദിക്കപ്പെട്ടവർക്കേ കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല സഹോദരങ്ങളെ. അത് വളരെ ഗൗരവമുള്ള